എൻസിപിയിൽ ഭിന്നത തുടരുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷന് കത്തയച്ച് എൻസിപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി.സി. ചാക്കോ തന്നോട് ആലോചിക്കാതെ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കരുതെന്നും എടുത്താൽ നടപടി റദ്ദു ചെയ്യാൻ നിർബന്ധിതനാകുമെന്നും ചൂണ്ടി വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് തന്നെ ആ ഒരു പുകഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു അസ്വസ്ഥത അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു. വലിയ ഭിന്നതയും വാക്കുതർക്കവും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ അത് ഒരു നില കൂടി ഉയർന്ന് നേരിട്ട് ഉള്ള ഒരു വെല്ലുവിളിയിലേക്കൊക്കെ വരികയാണല്ലോ. അതേ ക്രിസ്റ്റീന, ആ ഭിന്നത അതൊരു പിളർപ്പിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കലൂരിൽ പി.സി. ചാക്കോയെ അനുകൂലിക്കുന്നവർ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള തോമസ് കെ തോമസിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. അവരുടെ ഭാരവാഹിത്വം അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്നുള്ളത് ഇന്ന് രാവിലെയാണ് നമ്മളോട് തോമസ് കെ തോമസ് 24 പ്രതികരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ചില ഭാരവാഹികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പി.സി. ചാക്കോ ഒരു കത്ത് തോമസ് കെ തോമസിന് നൽകിയിരിക്കുന്നത്. ഒരു എൻസിപിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഒരു തരത്തിലും ഭാരവാഹികൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകരുത്. ഒരു കൂടിയാലോചന ഇല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായാൽ അത് ഒരു ദേശീയ വർക്കിംഗ് അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അത് റദ്ദ് ചെയ്യാൻ താൻ നിർബന്ധിതനായിരിക്കും എന്നുള്ളതാണ്. അതായത് തന്നെ കാണുന്നതിന് വേണ്ടിയും പാർട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളായിരുന്നു. അതിനപ്പുറത്തേക്ക് അതൊരു യോഗമായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഈ കത്തിൽ പറയുന്നത്. അങ്ങനെ പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ വന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക, ഏതെങ്കിലും വിധത്തിലുള്ള നടപടികളിലേക്ക് പോയാൽ താൻ അത് റദ്ദ് ചെയ്യുമെന്ന് പറയുമ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ തന്നെയുള്ള ഒരു പോർമുഖം അവിടെ തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 3 ഭാഗങ്ങളായിട്ട് അത് എ.കെ. ശശീന്ദ്രൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, പി.സി. ചാക്കോ അങ്ങനെ നിൽക്കുന്നു, തോമസ് കെ തോമസ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നിങ്ങനെ വലിയ ഭിന്നത അത് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവവും വസ്തുതയും. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.